ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായി എർത്ത് സെൻറ്ററിലാണ് കേട്ടോ. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന പാർക്കിംഗ് സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്നാണല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ടുള്ളൊരു പാർക്കിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ വന്നത് ഏകദേശം 1 മണി അടുപ്പിച്ചാണ്. അപ്പോൾ 1 മണി തൊട്ട് 2 മണി വരെ ഇവിടെ ഒരു ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നാൽ നമ്മൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. UPI കാർഡ് പേയ്മെൻറ്റോ ഇവിടെ ഇല്ല. ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്ലോക്ക് റൂമുണ്ട്. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ടോയ്ലറ്റ് സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും ജഡായുവിൻ്റെ ശില്പത്തിൻ്റെ അടുത്തേക്ക് 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ആളുകൾക്കാണെങ്കിൽ ഒരാൾക്ക് 325 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ശില്പത്തിൻ്റെ അടുത്തേക്ക് കേബിൾ കാറിലാണെങ്കിൽ പോകുന്നതെങ്കിൽ ശില്പം കാണുന്നതിന് 265 രൂപയും അതുപോലെ തന്നെ കേബിൾ കാറിന് 289 രൂപയുമാണ് ഒരാൾക്ക് ചാർജ് ആക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറച്ച വെള്ളമോ അതുപോലെ തന്നെ പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസോ ഇവിടെ അലൗഡ് അല്ല. കേബിൾ കാറിൽ പോകുന്നവർക്ക് ചെറിയ ഹാൻഡ് ബാഗൊക്കെ കയ്യിലെടുക്കാൻ പറ്റും. അല്ലാതെ അതിലും വലിയ ബാഗുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ ക്ലോക്ക് റൂമിൽ തന്നെ വെച്ചിട്ട് വരണം. ഒരു ചോക്ലേറ്റ് ആണ് നമ്മുടെ ബാഗിൽ ഉള്ളതെങ്കിൽ പോലും അതും അകത്തേക്ക് കയറ്റാൻ അവർ അനുവദിക്കില്ല. 2 സ്ഥലത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കേബിൾ കാറിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിലേക്ക് എത്തുന്നത്. 3ാമത്തെ ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനി കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കൊന്നുമില്ല. ഇനി കേബിൾ കാറിൻ്റെ ടിക്കറ്റിൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെല്ലുന്നത് വലിയൊരു വെയിറ്റിംഗ് ഏരിയയിലേക്കാണ്. അതായത് ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ ക്രമം അനുസരിച്ച് ഇവർ വെയിറ്റിംഗ് ഏരിയയിൽ നമ്മളോട് ഇരിക്കാൻ പറയും. അതിനുശേഷം നമ്മളുടെ സമയമാകുമ്പോൾ അവർ പറയും ആ സമയത്ത് നമ്മളിനി കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടി പോയാൽ മതി. ഇവിടെ ഒരു കഫേ ഉണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഫിയോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ ഈ കഫേയിൽ നിന്ന് നമുക്ക് കഴിക്കാം. 10 മിനിറ്റ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും നമ്മളെ അവർ വിളിച്ചു, വേഗം മുകളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലേക്ക് പോകണം. നമ്മൾ ഈ വന്നത് ഉച്ചയ്ക്ക് 2 മണി ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തിരക്കാണ്. കേരളത്തിനകത്തുള്ളവരും പുറത്തുള്ളവരുമായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. എന്നിട്ട് കൂടിയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിവിടെ സ്റ്റോപ്പ് ആകില്ല, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. റൗണ്ട് അടിച്ച് ഇനി ഈ ഒരു ഭാഗത്തോടെയാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഇതിനുള്ളിൽ കയറേണ്ടത്. കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പ്രകാരം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവരതിന് ഉത്തരവാദികളുമല്ല. ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കാനും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ ഇവിടെ ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഇതിനുള്ളിലേക്ക് കയറുകയോ ഇറങ്ങുകയൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മളും ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കയറി ഇരുന്നതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കിത് കാണാം. ഈ ഒരു ജഡായു പാറ എന്നറിയപ്പെടുന്ന ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന് ഒരു ഇതിഹാസ കഥയുള്ളതായിട്ട് എല്ലാവർക്കും അറിയാം. ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ജഡായു. രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ട് പോകുന്നതിനിടെ രാവണനുമായി ജഡായു യുദ്ധത്തിലേർപ്പെട്ടു. രാവണന്റെ വെട്ടേറ്റ ജഡായു ചിറകുകൾ നഷ്ടപ്പെട്ട് ഈ ചടയമംഗലത്തുള്ള പാറകളുടെ മുകളിൽ വീണുവെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ശില്പം ഈ ഒരു പാറയുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 100 കോടി രൂപ മുടക്കി 65 ഏക്കറിലാണ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്.
പ്രശസ്ത സിനിമാ സംവിധായകനായ രാജീവ് അഞ്ചലാണ് ഈ ഒരു ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ജഡായിപ്പാറ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 അടി ഉയരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നറിയപ്പെടുന്ന ഈ ഒരു ജഡായുവിൻ്റെ ശില്പം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ വർക്കലയിൽ നിന്ന് ഏകദേശം ഒരു 26 കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്ന് 20 കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് 36 കിലോമീറ്ററും ട്രിവാൻഡ്രത്ത് നിന്ന് 53 കിലോമീറ്ററുമാണ് ഉള്ളത്. ജഡായു ശില്പത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരുന്നവരാണ് ഈ ഒരു കേബിൾ കാറിലുള്ളത്. വലിയ വലിയ പാറക്കെട്ടുകളുടെയും പൊന്തക്കാടുകളുടെയും ഒക്കെ മുകളിലൂടെയുള്ള ഈ ഒരു യാത്രയും നല്ലൊരു അനുഭവം തന്നെയാണ് നമുക്ക് തരുന്നത്. നടന്നാണ് നമ്മൾ ഈ ജഡായു ശില്പത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതെങ്കിൽ ഏകദേശം 950ഓളം സ്റ്റെപ്പുകൾ കയറിയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയാൽ ദൂരെ ആ ഒരു ജഡായുവിൻ്റെ ശില്പം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും നേരം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അവരത് കണ്ടപ്പോൾ വഴക്ക് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. കുറച്ച് ശ്രദ്ധയോടെ വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ, അല്ലെങ്കിൽ കാൽ വഴുതി നമ്മൾ താഴെ വീണാൽ അവർ അതിന് ഉത്തരവാദികളായിരിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ ഇനി സ്റ്റെപ്പ് കയറി ആ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയുടെ അടുത്തേക്ക് പോവുകയാണ്. പ്രതിമയുടെ അടുത്തേക്ക് എത്തുന്തോറും എനിക്ക് വളരെ അത്ഭുതത്തോടു കൂടി മാത്രമേ ഇതിനെ നോക്കാൻ പറ്റിയിട്ടുള്ളൂ. പണികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം 2018 ഓഗസ്റ്റിലാണ് ഇത് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമേ ഈ ഒരു പ്രതിമയുടെ അടുത്തേക്കുള്ളൂ. എങ്കിൽ പോലും എനിക്ക് ഇതുവരെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമവും തോന്നി. ശില്പത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായി സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളോടുള്ള ബഹുമാനത്തിനും വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നു ഈ ഒരു ജഡായു ശില്പമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതിനാൽ ശില്പത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ആരെയും അവർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ നല്ല വെയിലാണ്. പക്ഷെങ്കിൽ ഇത്ര ഉയരത്തിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ക്ഷീണം തോന്നില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. മടുപ്പില്ലാതെ തന്നെ ആളുകൾക്ക് ഈ ഒരു ശില്പത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ സാധിക്കും. ശില്പത്തിൻ്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് താഴേക്കുള്ളൊരു വ്യൂ ആണിത്. അങ്ങ് ദൂരെയായിട്ട് മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫുൾ പച്ചപ്പാണ്. അപ്പോൾ അടിപൊളി വ്യൂ ആണിത്. വീഡിയോയിൽ കാണുന്നതിനെ കഴിഞ്ഞും നേരിട്ട് കാണാനാണ് ഇതൊന്നുകൂടെ ഭംഗി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായെങ്കിലും ഇതിന് പുറമേ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിക്കുകയാണ് എല്ലാവരും. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ഇതിന് 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവും അതുപോലെ തന്നെ 15,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണവുമാണ് ഉള്ളത്. ഇതുവരെ ജഡായിപ്പാറ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വരണം. കാരണം ഇവിടെ നിന്നൊക്കെയുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണിത്. ശില്പത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ലെങ്കിലും ചുറ്റിനും നടന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗം സെൽഫി പോയിന്റ് കൂടിയാണ്. ഇവിടെ നിന്ന് ആളുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ആ വ്യൂ കണ്ടോ. ഇവിടെ ഒരു രാമക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നവർ ഈ ഒരു ശില്പത്തിൻ്റെ ആ ഒരു ചിറകിൻ്റെ ഭാഗത്തേക്ക് കയറി ഇരിക്കാനോ അവിടെ തൊടാനോ അതിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കാനോ ഒന്നും അവർ സമ്മതിക്കില്ല. അതൊക്കെ പ്രശ്നമാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ രാമക്ഷേത്രം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ ഒട്ടുമിക്ക ആളുകളും ആ ഒരു ക്ഷേത്രം സന്ദർശിച്ചിട്ടാണ് തിരികെ മടങ്ങി വരുന്നത്. ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ഈയിടെയായി കുറേ യാത്രകളൊക്കെ ചെയ്തിരുന്നു. എങ്കിലും എനിക്ക് വീണ്ടും ഒന്നുകൂടി വരണം എന്ന് തോന്നിയത് ഈ ഒരു സ്ഥലമാണ്. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും ആരും ശബ്ദമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. വളരെ കാം ആൻഡ് ക്വയറ്റാണ് ഈ ഒരു ഭാഗം മൊത്തം. ശില്പത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നായിട്ട് നല്ലൊരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംബിയൻസും ആ ഒരു മ്യൂസിക്കും കൂടെ ഒക്കെ ആകുമ്പോൾ അടിപൊളി വൈബാണ് ഇവിടെ.
ഒരു ശില്പത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ചർച്ചകൾ തുടങ്ങിയത് മുതൽ ഈ ഒരു പ്രദേശം സർക്കാർ ആ ഒരു കമ്പനിക്ക് കൈമാറുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തീരാറായി. ഒരു വട്ടം കൂടി ആ ഒരു ശില്പത്തിൻ്റെ തൊട്ടടുത്ത് പോയി നിന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മളിനി തിരികെ പോകുവാണ്. എക്സിറ്റ് എന്ന് എഴുതിയ ഈ ഒരു ഭാഗത്തു കൂടി നമ്മൾ താഴേക്ക് പോവുകയാണ്. തിരിച്ചു പോകാൻ കേബിൾ കാറിന് പ്രത്യേക ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി കേബിൾ കാർ ഉള്ള ആ ഭാഗത്തേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. തിരിച്ചിറങ്ങി പോകുന്ന സമയത്തും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൃത്യമായിട്ട് ആ ഒരു ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോയിട്ട് കേബിൾ കാറിൽ തിരികെ പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ബോർഡിൽ ഇവിടെ നിന്നും കൊല്ലം ജില്ലയിലുള്ള മറ്റ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം എത്രയാണെന്നും ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പേര് വിവരങ്ങളെല്ലാം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, ഐസ്ക്രീം ഒക്കെ കഴിക്കാമെന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടിയാണ് സേറ താഴേക്ക് പോകുന്നത്. തിരിച്ചവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ സേറ ഈ ഒരു ഷോപ്പിലേക്കാണ് ഓടി വന്നത്. അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തായിട്ട് ഒരു കൗണ്ടറുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ ബിൽ പേ ചെയ്തിട്ട് ആ ബില്ലിവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു തരും. പിന്നെ ഇവിടെ ഇതുപോലെയുള്ള കുറച്ചേറെ ഷോപ്പുകളുണ്ട്. ഈ വെച്ചിരിക്കുന്ന പാവക്കുട്ടികളെയൊക്കെ നമ്മൾ ബോൾ എറിഞ്ഞ് അവർ പറയുന്ന സ്ഥലത്ത് വീഴ്ത്തിയാൽ നമുക്ക് കിട്ടും. ഒരു ബോൾ എറിയുന്നതിന് 100 രൂപയാണ്. നമ്മൾ കുറേ വട്ടം ട്രൈ ചെയ്തു, കിട്ടിയില്ല. ലാസ്റ്റ് കിട്ടി കേട്ടോ. അപ്പോൾ സേറയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവക്കുട്ടീനെ തന്നെ അവൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സേറയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.